ഹായ് ഹലോ PSC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദിയായ ഭാരതപ്പുഴയെക്കുറിച്ചാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി, ആദ്യത്തേത് നമ്മൾ പറഞ്ഞു പെരിയാറാണെന്നല്ലേ. രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ, പൊന്നാനിപ്പുഴ, നിള എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്ററാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ഭാരതപ്പുഴ എന്താ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിലാണ് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു മഹോത്സവമായിരുന്നു മാമാങ്കം. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന പ്രസിദ്ധമായ മഹോത്സവം ഏതാണ്? മാമാങ്കം. ഓട്ടൻതുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള കിള്ളിക്കുറിശിമംഗലം. കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഞ്ചൻ നമ്പ്യാരുടെ കിള്ളിക്കുറിശിമംഗലം എന്ന ജന്മസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ ചെറുതുരുത്തിയിലുള്ള നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് വെച്ചാണ്. അപ്പോൾ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ എന്നാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനിപ്പുഴ. ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതിനൊരു കോഡുണ്ടായിരുന്നു അല്ലേ? ഗായത്രി കണ്ണാടിയിൽ നോക്കി കാൽപാദം തൂത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡുണ്ടായിരുന്നു. ഗായത്രി കണ്ണാടി നോക്കി കാൽപാദം തൂത്തു. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ ഇവയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയായ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ. തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നത്. അങ്ങനെയെങ്കിൽ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴ ഉത്ഭവിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? സൈലൻറ്റ് വാലിയിൽ വെച്ചിട്ടാണ് ഉത്ഭവിക്കുന്നത്. തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലൻറ്റ് വാലി. ഇതിനു മുൻപ് PSC ചോദിച്ച ഒരു ചോദ്യമാണ് തൂതപ്പുഴയുടെ ഉത്ഭവം. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്നൊക്കെ PSC ഇതിനു മുൻപ് ചോദിച്ച ചോദ്യങ്ങളാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ്. അതുപോലെ തന്നെ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴ തന്നെയാണ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിലാണ് ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ പതിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. പൊന്നാനിയിലാണ് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്നത്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഇത് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതടം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള നദീതടം ഭാരതപ്പുഴയുടെ നദീതടമാണ്. ഇതിൽ 4400 ചതുരശ്ര കിലോമീറ്ററും കേരളത്തിലും ബാക്കി 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമായിട്ടാണ് കിടക്കുന്നത്. 4400 കിലോമീറ്റർ കേരളത്തിലാണ് നദീതടം ഉള്ളത്. ബാക്കി 1786 തമിഴ്നാട്ടിലാണ്. ടോട്ടൽ 6186 ചതുരശ്ര കിലോമീറ്റർ ഭാരതപ്പുഴയുടെ നദീതടമുണ്ട്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള എന്ന് പറഞ്ഞു. നിളയുടെ കഥാകാരൻ, നിളയുടെ കവി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? P കുഞ്ഞിരാമൻ നായർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരും നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരുമാണ്.
അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വിജ്ഞാന കേന്ദ്രമുണ്ട്. അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. എന്താണ് നിള വിജ്ഞാന കേന്ദ്രം? പ്രസിദ്ധിയാർജിച്ച ഒരു സ്ഥലമാണ് തിരുനാവായ. അവിടെയാണ് ഗാന്ധിജി, ലാൽ ബഹദൂർ ശാസ്ത്രി, നെഹ്റു എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തത്. ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലം എവിടെയാണ്? കേരളത്തിൽ എവിടെ വെച്ചാണ്? തിരുനാവായയിൽ വെച്ചാണ്. തിരുനാവായയിലാണ് ഗാന്ധിജി, ലാൽ ബഹദൂർ ശാസ്ത്രി, നെഹ്റു എന്നിവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത്. നാരായണീയം എന്ന പ്രസിദ്ധമായ രചനയുടെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം കൂടെയാണ് തിരുനാവായ. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭാരതപ്പുഴയുമായി. കാരണം എന്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതാണ് മിനി പമ്പ. മിനി പമ്പ എന്ന് പറയാൻ കാരണം എന്താണ്? ശബരിമലയുടെ ഇടത്താവളമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് മിനി പമ്പ എന്നറിയപ്പെടുന്നത്. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയായും റിലേറ്റ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. അതുപോലെ തന്നെ 209 കിലോമീറ്ററാണ് നീളം. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നു, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു, നിള എന്ന പേരിൽ അറിയപ്പെടുന്നു, പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണ് തൂതപ്പുഴ. സൈലൻറ്റ് വാലിയിലാണ്. അതുപോലെ തന്നെ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഉത്ഭവം. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രി കണ്ണാടി നോക്കി കാൽപാദം തൂത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ. പിന്നെ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതടം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് ഭാരതപ്പുഴയുടെ നദീതീരമായ തിരുനാവായയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഭാരതപ്പുഴയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഭാരതപ്പുഴയിൽ നിന്ന് ഒരു മാർക്ക് പോവില്ല. കേരളത്തിലെ നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഭാരതപ്പുഴ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അതുമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും പഠിക്കുക. താങ്ക് യു.